കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പൂഞ്ഞാറിലാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോസ്റ്റിൽ പറഞ്ഞായിരുന്നു ഒരു ആളുടെ കാര്യം. അപ്പം രണ്ട് പേരുണ്ട് ഇവിടെ, ജോഷി എന്ന് പറഞ്ഞ ചേട്ടായും മിനി എന്ന് പറഞ്ഞ ചേച്ചി. രണ്ടുപേരുടെയും വീട്ടിലോട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഒരു ഭയങ്കരപരമായ ഒരു ദയനീയമായ അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. കൂട്ടുകാരന്മാരെ ഞാനിത് കാണിച്ചു തരാം. ജോഷി ചേട്ടൻ്റെ വലതുകാലിൻ്റെ പാദം മുറിച്ച് മാറ്റിയേക്കാണ്, പകുതി വെച്ച് മുറിച്ച് മാറ്റിയേക്കാണ്. ഇടതുകാലിൻ്റെ ഉപ്പൂറ്റിയുടെ ഭാഗത്തും വെച്ച് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. നടക്കാൻ തീർത്തും പാടില്ലാത്ത അവസ്ഥയാണ് ചേട്ടായിക്കുള്ളത്. ചേച്ചിയുടെ അതുപോലെ തന്നെ പാദം ഇടതുകാലിൻ്റെ പാദം ഫുള്ള് മുറിച്ച് മാറ്റി. പിന്നെ വലതുകാലിൻ്റെ കാലിൻ്റെ അകത്ത് വലിയൊരു മുറിവുണ്ട്. അത് പഴുത്തുകൊണ്ടിരിക്കുക. ഇരുവർക്ക് നടക്കാൻ പോലും സാധിക്കാത്തൊരു ഭയങ്കര ദയനീയമായൊരു അവസ്ഥയിലാണ് ഇരുവരും. ഒന്ന് എണീറ്റ് നടക്കാനോ പോലും പാടില്ല. കൂട്ടുകാരെ, ചേട്ടാടൻ ചേച്ചിയുടെയും അവസ്ഥ ഇതാണ്. എന്നെ ഇവിടെ ഈ കാര്യം പറഞ്ഞത്, ഇവിടെ ഇങ്ങനെ രണ്ടുപേരുണ്ട് എന്ന കാര്യം പറഞ്ഞത് എൻ്റെ ഒരു കൂട്ടുകാരനാണ്, ജിൻസൺ എന്നാണ്. ഞങ്ങൾ വന്ദേമാരത്തിൽ +2 പഠിച്ച കൂട്ടുകാരനാണ്. ഞങ്ങൾ ഇതുവരെ ഇപ്പോഴാണ് 10 വർഷം കഴിഞ്ഞ് ഇപ്പോഴാണ് ആളെ കാണുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യം ഇങ്ങനെയുണ്ടെന്ന് പറഞ്ഞാണ് ഇവൻ വിളിക്കുമ്പോൾ ഇപ്പോൾ വന്നപ്പോഴാണ് ആളെ കണ്ടത്. ഇവരുടെ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ, കാര്യങ്ങളെല്ലാം കൂട്ടുകാരെ അവൻ നിങ്ങളോട് പറയും. എൻ്റെ പേര് ജിൻസൺ. ഞാൻ തണൽ പാലിയേറ്റീവ് ഹോം കെയറിലെ നേഴ്സാണ്. അപ്പോൾ എനിക്ക് ജോഷി ചേട്ടനെയും മിനി ചേച്ചിനെയും ഒരു 3 വർഷത്തോളം പരിചയമുണ്ട്. ആദ്യം എന്നെ പരിചയപ്പെടുത്തിയത് പൂഞ്ഞാറെ ഒരു സിസ്റ്ററാണ്, ഗവൺമെൻറ് പാലിയേറ്റീവിലെ സിസ്റ്റർ മുഖേനയാണ് ഞാനിവിടെ വരുന്നതും ഇവരുമായിട്ട് കണ്ടുമുട്ടുന്നതും. അപ്പോൾ ആദ്യം മിനി ചേച്ചിക്കായിരുന്നു ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അവർക്ക് ടൈപ്പ് 2 DM ആണ്. അപ്പം മിനി ചേച്ചിയുടെ കാലും അതായത് ഇടതുകാലിന് മുറിച്ച് മാറ്റിയതാണ്. പിന്നെ ഒരു 2 വർഷത്തിന് ശേഷമാണ് ജോഷി ചേട്ടൻ്റെ കാലിങ്ങനെ ഇതുപോലെ തന്നെ ആയത്. ജോഷി ചേട്ടന് മുമ്പ് പെയിൻറ്റിങ് വർക്കിനൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഒരു ചെറിയൊരു അതായത് റെഡ് മാർക്ക് വന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ അത് വലുതായി. അപ്പോൾ ആദ്യം ഞങ്ങളത് പൊതുവെ ഇവിടുത്തെ അടുത്തുള്ള PHC കാണിച്ചു. അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് അതൊന്നും ഫലവത്തായില്ല. അതെല്ലാം കുറച്ച് മുറിവെല്ലാം കൂടി. പിന്നെ നമ്മളത് ഗവൺമെൻറ് GH റെഫർ ചെയ്ത് കേസ്. അത് കഴിഞ്ഞ് മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. പക്ഷേ മെഡിക്കൽ കോളേജിലൊന്നും അവിടെ പോയി നിൽക്കാനും ഉള്ളൊരവസ്ഥ ഇല്ലാത്തതുകൊണ്ട് തിരിച്ച് പിന്നെ പാലായ ഡോക്ടറെ നമ്മൾ മുഖേന ബന്ധപ്പെട്ട് ആ ഡോക്ടർ അവിടെ ജോഷിയുടെ കാലും ആംപ്യൂട്ട് ചെയ്തു. ഇപ്പോഴും സീരിയസ് ആണ്. കാല് നല്ല പഴുപ്പ്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വലിയ മുറിവുണ്ട്. ആംപ്യൂട്ടേഷൻ ചെയ്ത ഭാഗം 2-3 പ്രാവശ്യം പഴുക്കൊക്കെ ചെയ്തു. എന്നാലും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാൻ പറ്റാത്ത അവസ്ഥ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് ഫിനാൻഷ്യലി പ്രോബ്ലം ഉണ്ട്. പിന്നെ കൂടെ നിൽക്കാൻ ആരുമില്ല. അവർക്ക് കുറേ സപ്പോർട്ടൊക്കെ, അതായത് അവരുടെ റിലേഷൻ്റെ സപ്പോർട്ടൊക്കെ കുറവാണ്. അപ്പോൾ അത് കാരണം അവർക്കൊരു മൗനമുണ്ട്. അവന് ചെറിയ വയ്യായികയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം എല്ലാം കൂടി ആയപ്പോൾ അവർക്ക് തീർത്തും അവർക്ക് ഒന്നും ചെയ്യാത്തൊരു അവസ്ഥയിലാണ്. അങ്ങനെയാണ് ഞാനിങ്ങനെ എൻ്റെ സുഹൃത്തായ രഞ്ജുവിനെ കണ്ടിട്ട് അവരുടെ പ്രയാസങ്ങൾ നിങ്ങളിലേക്കൊക്കെ ഒന്ന് എത്തിക്കണമെന്ന് ഞാൻ തണലിലൂടെ എത്തിക്കണമെന്നും പിന്നെ രഞ്ജു അവന് ചെയ്യാമെന്ന് വരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇന്ന് വന്നിപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഇവരെ സഹായിച്ച് നമ്മുടെ കൂട്ടത്തിലേക്ക് ചേർത്ത് നിർത്തി നമ്മളൊരാളായിട്ട് ചേർത്ത് നിർത്താൻ ഞാൻ എല്ലാവരോടും വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. കൂട്ടുകാരെ, അപ്പം നമ്മുടെ ജോഷി ചേട്ടായുടെയും ചേച്ചിയുടെയൊക്കെ അവസ്ഥ കൂട്ടുകാരന്മാർ കണ്ടല്ലോ. അപ്പോൾ ഇവർക്കാണെങ്കിലും എന്ന് പറഞ്ഞാൽ ഇവരുടെ വീട് ഈ ഒരു അവസ്ഥയാണ്. പണിയൊന്നും പൂർത്തീകരിച്ചിട്ടില്ല. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നടക്കാനുള്ള സ്റ്റെപ്പ് ഇതുവഴിയാണ്. ഇപ്പോൾ അവരുടെ കാല് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായ കാരണം അവർക്ക് നടന്ന് കയറാനും നടക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. ചേട്ടായുടെ കാലും ചേച്ചിയുടെ കാലൊക്കെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്, ക്രിട്ടിക്കൽ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പം കൂട്ടുകാരന്മാരെ, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമുക്ക് ഇവരെ ഒന്ന് സഹായിക്കണം. കഴിഞ്ഞ പോസ്റ്റിൽ നമ്മൾ രഞ്ജിനി ചേച്ചിനെ നമ്മൾ സഹായിച്ചു. രഞ്ജിനി ചേച്ചിക്ക് ഒരു 15,000 രൂപയുടെ ബില്ല് അടയ്ക്കാൻ വേണ്ടി എൻ്റെ കൂട്ടുകാരന്മാർ സഹായിച്ചു. അതുപോലെ തന്നെ നമ്മളിൽ ഒരാളെ പോലെ കണ്ട് നമുക്ക് ഈ ചേട്ടാനും ചേച്ചീനെയും ഒന്ന് സഹായിക്കണം, നമുക്ക് ഹെൽപ്പ് ചെയ്യണം. ചേച്ചിക്ക് മകൻ, ഇവർക്ക് രണ്ടുപേർക്കും ഒറ്റ മകനാണുള്ളത്. ആൾക്കൊരു വയ്യാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത്. പിന്നെ ഈ ചേട്ടായി ഒരു കലാകാരനും കൂടിയാണ്. പൂഞ്ഞാർ ജോഷി എന്നാണ് ചേട്ടായി അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ചേച്ചി ആണെങ്കിലും സ്റ്റേറ്റ് ലെവലൊക്കെ പോയിട്ടുണ്ട്. കബഡി കളിത്താരമായിരുന്നു. സ്റ്റേറ്റ് ലെവലൊക്കെ പോയിട്ടുണ്ട്. മിനി എന്നാണ് ചേച്ചിയുടെ പേര്. എൻ്റെ പേര് മിനി ജോഷി എന്നാണ്. ഞാൻ
പിന്നെ ഒരു തയ്യൽ തൊഴിലാളിയായിരുന്നു. എൻ്റെ കണ്ണിന് ഞരമ്പ് ദ്രവിക്കുന്നതിന് നല്ല കാഴ്ചക്കുറവുണ്ട്. പിന്നീട് ഡയബറ്റിക് വന്നത് കാരണം എനിക്കത് തയ്ക്കാനോ ഒന്നും സാധിക്കില്ല. ഒരു കാലിൻ്റെ ഭാഗം കട്ട് ചെയ്തു. പിന്നെ മറ്റേ കാലിന് ഡാമേജാണ്. അത് കാരണം എനിക്കൊരു ജോലിയൊന്നും ചെയ്യാൻ എനിക്ക് സാധിക്കില്ല. മറ്റുള്ളവരുടെ സഹായമില്ലാതെ എനിക്ക് ഒരു നടക്കാൻ പോലും എനിക്ക് സഹായിക്കത്തില്ല. ഞങ്ങൾക്കൊരു മോനേ ഉള്ളൂ. അവന് ഹോം നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ജോലിക്ക് പോകാൻ സാധിക്കത്തില്ല. കാരണം ഞങ്ങൾക്ക് ഒരാളുടെ സഹായമില്ലാതെ എണീറ്റ് നടക്കാൻ പോലും ഉള്ള ഒരു സഹായമില്ല. അത് കാരണം വളരെ ഇതാണ്. ഞങ്ങൾക്ക് ഭക്ഷണമാണേലും ഉണ്ടാക്കാനോ ഒന്നുമില്ല. മറ്റുള്ളവരുടെ സഹായത്തോടെ ഞങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. കൂട്ടുകാരെ, ഇത് മിനി ചേച്ചി വരച്ച മാതാവിൻ്റെ ഫോട്ടോ കേട്ടോ. കൂടാതെ ചേച്ചി പണ്ട് നേരത്തെ ഒരു കബഡി പ്ലെയർ ആയിരുന്നു. സ്റ്റേറ്റ് ലെവലൊക്കെ മത്സരിക്കാൻ പോയിട്ടുള്ളതാണ് ആയിരുന്നു. കൂട്ടുകാരെ, അധികം ഒരു ദയനീയമായിട്ടൊരു അവസ്ഥ കേട്ടോ കൂട്ടുകാരെ. നമുക്കിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും പറയാത്ത സ്ഥിതിയാണ്. എന്താ പറയുന്നത് പറയത്തില്ല. ആളുടെ കാല് ഡ്രസ്സ് ചെയ്യുമായിരുന്നു. അപ്പം കാല് ദിവസം വേദന കൊണ്ട് പൊളയുവാണ് ആള്. എന്താ കാരണം ഈ ഡ്രസ്സ് ചെയ്യുമ്പം മരുന്നൊക്കെ തൂക്കുമ്പോൾ ഉള്ള വേദന, പച്ച ഇറച്ചിയല്ലേ അതിലിട്ട് മരുന്നൊക്കെ തൂക്കുമ്പോൾ ഉള്ള അവസ്ഥ. കൂട്ടുകാരെ, നിങ്ങളിത് കാണണം ഒരവസ്ഥകൾ. കൂട്ടുകാരെ, അപ്പം നമുക്ക് കഴിയുന്ന സഹായങ്ങൾ ചെയ്യണം കൂട്ടുകാരെ. ഇതൊക്കെയാണ് അവസ്ഥ. ഇങ്ങനെയാണ് ആളുകൾ. നമ്മളൊക്കെ എന്ത് സുഖത്തിലാണ് ജീവിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയ കൂട്ടുകാരെ. നമ്മളൊക്കെ എന്ത് ഇതിലാണ്. അപ്പം കൂട്ടുകാരന്മാരെ, എങ്ങനെയും നമുക്ക് ഇവരൊന്ന് സഹായിക്കണം. വേറൊരു അവസ്ഥയും കൂടി കാണിച്ചു തരാം. ഇവർക്ക് ബാത്റൂമിൽ പോകുന്ന അവസ്ഥയാണ്. അവർക്ക് ഓൾറെഡി കാല് പാടില്ലാത്തവരാണ്. അവർ ബാക്കിയുള്ള ബാത്റൂമിലോട്ടുള്ള വഴി കേട്ടോ ഇത്. ഇതുണ്ട്, ഈ ഇടുങ്ങിയ വഴിയിലൂടെ വേണം അവർക്ക് ബാത്റൂമിലോട്ട്. കാല് പാടില്ലാത്ത ഇല്ലാത്തവർക്ക് ഉണ്ടോ, ഇതിലൂടെ വേണം ബാത്റൂമിലോട്ട് പോകേണ്ട അവസ്ഥ. കൂട്ടുകാരെ കാണിച്ചത് ഉണ്ടോ, ഈ ഞെരുക്കത്തിലൂടെ. നമുക്ക് ഇതൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി കൊടുക്കണം കൂട്ടുകാരെ. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്നോ മലുറക്കമായി ഉണർത്തരുതേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ. പ്രിയമുള്ളവരെ, പൂഞ്ഞാർ തെക്കേക്കരയിലെ എൻ്റെ നല്ലവരായ നാട്ടുകാരുടെ സഹായം കൊണ്ടും ഇരാറ്റുപേട്ട തണൽ പാലിയേറ്റീവിൻ്റെ സഹായം കൊണ്ടും ഞങ്ങൾ നിലവിൽ ജീവനം മുമ്പോട്ട് പോകുന്നത്. എൻ്റെ വൈഫിന് ഡയബറ്റിക് കാരണം ഒരു കാലിൻ്റെ പാദം നഷ്ടപ്പെട്ടായിരുന്നു 3 വർഷം മുമ്പ്. പിന്നീട് 6 മാസം മുമ്പ് എൻ്റെ കാല് അതേ ടൈപ്പ് ഷുഗർ ആയതുകൊണ്ട് എൻ്റെ കാല് ഛേദിച്ച് കളഞ്ഞു. ഇപ്പം 2 പേരും ഇരിപ്പാണ്. ഞങ്ങൾക്കൊരു പുത്രനേ ഉള്ളൂ. അവന് ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി വീട്ടിൽ സ്പെൻഡ് ചെയ്യുവാണ്. ഹോം നേഴ്സായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജോലിക്ക് പോകാൻ പറ്റത്തില്ല. ഞങ്ങളെ നോക്കി നിൽക്കുകയാണ്. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം വളരെ അവതാളത്തിലായി. ഒരു നിവൃത്തിയില്ല. നാട്ടുകാരുടെ സഹായം കൊണ്ടുമാണ് ഭക്ഷണമെല്ലാം പോകുന്നത്. ഞാൻ ഒരു കലാകാരനായിരുന്നു. അനേകം സമിതികളിൽ മാനേജ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി CD ഒക്കെ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ വിശ്രമത്തിലാണ്. എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിച്ച് കൊണ്ടുവന്ന് ഞാൻ നൽകുന്നു. കൂട്ടുകാരെ, അപ്പം നമുക്ക് എങ്ങനെയെങ്കിലും ഇവരെ ഹെൽപ്പ് ചെയ്യണം കൂട്ടുകാരെ. ഇവരുടെ അവസ്ഥ കണ്ടല്ലോ, വളരെയധികം ദയനീയമായ അവസ്ഥയിലാണ്. ഇത് കണ്ടോ, ഈ വഴി അവരിറങ്ങുന്ന വഴിയാണ്. അവർക്ക് കാല് 2 പേരുടെയും കാല് മുറിച്ച് കട്ട് ചെയ്ത് മാറ്റിയേക്കുന്ന അവരുടെ ബാത്റൂം കണ്ടല്ലോ. അവർക്ക് ബാത്റൂമിലോട്ട് പോകാനായിട്ടുള്ള സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് അതൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണം. എൻ്റെ കൂട്ടുകാരന്മാർ രഞ്ജിനി ചേച്ചി നമ്മളെ സഹായിച്ചില്ലേ, 15,000 രൂപ ബില്ലടയ്ക്കാനുള്ള അവസരം വന്നപ്പോൾ നമ്മൾ ചേച്ചീനെ സഹായിച്ചു. അതുപോലെ തന്നെ നമുക്ക് ഈ ചേട്ടാനെയും ചേച്ചീനെ ഒന്ന് സഹായിക്കണം. അവരുടെ അവസ്ഥ നമുക്കൊരു മാറ്റം
വരുത്തി കൊടുക്കണം നമുക്ക്. ഇതുകൊണ്ട് ഇവരുടെ കാല് ഇതെല്ലാം കൂട്ടുകാരന്മാർ കണ്ടല്ലോ, അങ്ങനെ ഒരു അവസ്ഥയിലാണ്, ഒരു വരുമാനം ഇല്ലാത്ത അവസ്ഥയിലാണ്. ഇപ്പൊ പൂഞ്ഞാർ നിവാസികളുടെയും നല്ലവരായ നാട്ടുകാർ അവരെല്ലാം സഹായിച്ചു. പിന്നെ തണൽ പാലിയേറ്റീവ് കെയർ അങ്ങനെ സംഘടന ഇപ്പൊ ഇവരുടെ ഇതിലായിരുന്നു. പക്ഷെ ഇവരുടെ ദിനം പ്രതി ഇവരുടെ രോഗത്തിന്റെ തീവ്രത കൂടി വരികയാണ്. വല്ലായ്മകളൊക്കെ ക്ഷീണം കാര്യങ്ങളൊക്കെ കൂടി വരുന്ന ഒരു അവസ്ഥയിൽ നമ്മുടെ കൂട്ടുകാരന്മാരോട് സഹായിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഇവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇവരുടെ ജീവിതം സുഖമായി ജീവിക്കാൻ ഇവരെ കൊണ്ട് പറ്റുള്ളൂ. നമ്മുടെ ഒരു ചേട്ടായിയൊക്കെ ഉണ്ട്, ചേച്ചിയൊക്കെ ഉണ്ട്, കൂട്ടുകാരന്മാർ ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അക്കൗണ്ട് നമ്പർ ഉണ്ട്, അപ്പോൾ കൂട്ടുകാരന്മാർ സഹായിക്കണം. അപ്പം ഓക്കെ.